അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല കിടിലൻ അപ്ഡേറ്റുകൾ, കിടിലം ന്യൂസാണ്. നമ്മൾ ബിഗ് ബോസിനെ വിലയിരുത്താൻ പ്രേക്ഷകരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. ഒരു വ്യക്തി കിട്ടിയാൽ ആ വ്യക്തി ഷോയിൽ നിന്ന് ഔട്ടാകും. പുള്ളിക്കാരനെ എവിടെയും കാണുന്നില്ലല്ലോ. കരുത്തനായ ഒരു മത്സരാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് അപ്പം ഡോക്ടർ റോബിനെ ഓർക്കാതെ പോകാൻ വയ്യ. അഗ്നിപരീക്ഷ ഇങ്ങെത്തി ഓഗസ്റ്റ് 15-ാം തീയതി അല്ലേ. നല്ല കിടിലൻ പ്രൊമോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ. അഗ്നിപരീക്ഷയിലൂടെ കടന്നു പോകുന്ന മത്സരാർത്ഥിക്ക് ഭയങ്കരമായ അഗ്നിപരീക്ഷകളാണ് കാത്തിരിക്കുന്നതെന്നാണ് ആ പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ആ പ്രൊമോയിൽ നമ്മുടെ ജഡ്ജസിനെ വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ കൂടി ഏഷ്യാനെറ്റ് ന്യൂസ് നമ്മുടെ ജഡ്ജസ് ആരാണെന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. അഖിൽ മാരാർ, റിയ സലീം, രഞ്ജിനി ഹരിദാസ് ഒക്കെയാണ് അഗ്നിപരീക്ഷയുടെ ജഡ്ജസ്. ഹോസ്റ്റായിട്ട് വരുന്ന സീസൺ 5-ന്റെ റണ്ണറപ്പ് ആയിരുന്ന റെനീഷ റഹ്മാൻ. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഇന്നിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും തന്നെ, പ്രേക്ഷകർക്കെല്ലാം, ബിഗ് ബോസ് പ്രേക്ഷകർ ഭയങ്കര കിടിലമാണല്ലേ. അതായത് പ്രഡിക്ഷൻസിലും അല്ലെങ്കിൽ ഊഹങ്ങളിലും എല്ലാം മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് ബിഗ് ബോസ് പ്രേക്ഷകർ. ബിഗ് ബോസ് ഈ 3 പേരുകൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കൂടെ സാബുമോൻ്റെ, അനീഷിൻ്റെ ഒക്കെ പേര് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ലാസ്റ്റ് ആയപ്പം എല്ലാവരും തന്നെ ഈ 3 പേരുകളിൽ ഉറപ്പിക്കുന്നു. അതിൽ അഖിൽ മാരാറുടെ ഒരു ബൈറ്റ് വഴി ഏകദേശം അഖിൽ ഉണ്ടെന്നുള്ള ഉറപ്പിക്കാനുള്ള ക്ലൂ ഹിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അഖിൽ മാരാറിൻ്റെ വായിൽ തന്നെ അത് സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് ബിഗ് ബോസിൻ്റെ ജഡ്ജസ് ഈ 3 പേരുമാണെന്നും പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട കുറച്ച് കാര്യങ്ങൾ, സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് 45-50ഓളം പേർ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ട്. 30 പേരൊക്കെ ഉണ്ടായിരുന്നെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് പറയുന്നതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ 50ഓളം മത്സരാർത്ഥികൾ, 45-50ഓളം മത്സരാർത്ഥികൾ അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അഗ്നിപരീക്ഷയിൽ പലതരത്തിലുള്ള ടാസ്കുകൾ, അല്ല കഠിനമായ അഗ്നിപരീക്ഷ തന്നെയാണ് അവരെ വെയിറ്റ് ചെയ്യുന്നതിനുള്ള. അതായത് ഫിസിക്കൽ, മെൻ്റൽ, പിന്നെ ഹ്യൂമർ സെൻസ് നോക്കുന്നുണ്ട്, സംവാദവും ഒക്കെ ഒഴുകി പലതരം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അതിൽ നിന്നും നമ്മൾ കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അതായത് നമ്മുടെ കോമണേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഏറ്റവും നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് തന്നെ സീസണിലേക്ക് വരുമെന്നും, സീസൺ കഴിഞ്ഞ വർഷം റണ്ണറപ്പ് വരെ ആവാൻ ഒരു കോമണർക്ക് സാധിച്ചു. അതുപോലെ തന്നെ മികച്ച മത്സരാർത്ഥികൾ ഈ വർഷവും, മികച്ച കാൻഡിഡേറ്റ്സ് തന്നെ ഈ വർഷവും ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് സാധിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഓഗസ്റ്റ് 15 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലും നമുക്ക് അഗ്നിപരീക്ഷ കാണാമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല കിടിലൻ അപ്ഡേറ്റുകൾ, കിടിലം ന്യൂസാണ് നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം. അതായത് ഒന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നിപരീക്ഷയിൽ നമുക്കും വോട്ട് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഇത്രയും ദിവസം ജഡ്ജസ് ഈ 3 പേരാണ്, പ്രഗത്ഭരായ 3 പേര്. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം മികച്ച 3 എക്സ് കണ്ടസ്റ്റൻസ് വന്നിട്ട് ജഡ്ജസായി വരുന്നു. അവരാണ് ടാസ്കുകളിലൂടെയും മറ്റു പല കാര്യങ്ങളിലൂടെയും ഈ അഗ്നിപരീക്ഷയിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് ഇത്രയും ദിവസം, ഇന്നലെ വൈകിട്ട് രാത്രിക്ക് വന്ന ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വീഡിയോ കണ്ടപ്പോഴാണ് ഇതിൽ നമുക്ക് പ്രേക്ഷകർക്കും പങ്കെടുക്കാമെന്ന് മനസ്സിലാവുന്നത്. അതായത് 6ാമത്തെ വോട്ടിംഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് 6ാമത്തെ ദിവസം മുതലാണ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ജഡ്ജസിനോടൊപ്പം തന്നെ നമുക്കും വോട്ട് ചെയ്ത്, അതായത് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും തീരുമാനിക്കാം അതിൽ നിന്ന് ആരൊക്കെയാണ് സെലക്ട് ആവേണ്ടത്, ആരൊക്കെയാണ് സെലക്ട് ആവാതിരിക്കണേന്ന്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് പ്രേക്ഷകരെ സംബന്ധിച്ചുള്ളൊരു ബിഗ് ബോസിലെ ഒരു കാൻഡിഡേറ്റ്സിനെ വിലയിരുത്താൻ ഇപ്പം ജഡ്ജസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഹോസ്റ്റോ അങ്ങനെയൊന്നും അവർക്കൊക്കെ സാധിക്കുന്നതിൽ കൂടുതൽ തന്നെ പ്രേക്ഷകർക്കാണ്. കാണുന്ന പ്രേക്ഷകർ ബിഗ് ബോസിനെ വിലയിരുത്താൻ പ്രേക്ഷകരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. പ്രേക്ഷകനാണ് ഓരോ കാൻഡിഡേറ്റ്സിനെ വ്യക്തമായി മനസ്സിലാവുന്നത്. അപ്പോൾ നല്ല കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കാൻ പ്രേക്ഷകരുടെ ഒരു വോട്ടിംഗ് കൂടെ അതിൽ പരിഗണിക്കുന്നു എന്നറിയുമ്പം അതിൽ ഭയങ്കര വലിയ സന്തോഷമാണല്ലോ. അതിൻ്റെ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, എത്ര വോട്ട് വെച്ചാണ്, അത് എങ്ങനെയാണ്, ദിവസം എത്ര വോട്ടാണ്, എത്ര ദിവസം വോട്ട് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ കൂടി വോട്ടിംഗ് ഉണ്ടെന്നറിയുന്നതിൽ ഒരു വളരെയധികം സന്തോഷമാണുള്ളത്. കാരണം നമുക്കും പങ്കെടുക്കാമല്ലോ. ഇതിപ്പോൾ നമ്മുടെ ഇടയിൽ നിന്നുള്ള 50 പേരാണ്, അതായത് സെലിബ്രിറ്റീസോ അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ 50 പേര് അവരുടെ ബിഗ് ബോസിലേക്കുള്ള സ്വപ്നം നടക്കുന്നതിന് വേണ്ടി അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് അർഹരായവർ തന്നെ, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവർ തന്നെ സീസണിലേക്ക് കയറണം.
അപ്പം അതിൽ നമ്മളെ ആളുകളെ നമുക്കും അതിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും അതിനൊരു ഭാഗവാക്കാക്കാനും കഴിയുന്നു എന്നുള്ള അറിവ് സന്തോഷമായിട്ടുള്ള കാര്യമല്ലേ. പലതരത്തിലുള്ള സംവാദങ്ങളും ഹ്യൂമർ പരമായ കാര്യങ്ങളും ഫിസിക്കൽ ടാസ്കും മെന്റൽ ടാസ്കും എല്ലാം നടക്കും പോലും. എന്നിട്ട് അതിൽ നിന്ന് 3 റെഡ് സിഗ്നൽ, അതായത് ഇതിൽ നിന്ന് ഔട്ടാകുക അല്ലെങ്കിൽ കാര്യങ്ങൾ പരാജയപ്പെടുന്ന റെഡ് സിഗ്നലുകളാണ് കിട്ടുന്നത്. 3 റെഡ് സിഗ്നലുകൾ ഒരു വ്യക്തി കിട്ടിയാൽ ആ വ്യക്തി ഷോയിൽ നിന്ന് ഔട്ടാകും. അത് യെല്ലോ ആണെങ്കിൽ അവർ ഹോൾഡ് ചെയ്ത് വെക്കും, അതായത് തീരുമാനം പെൻഡിങ്ങിൽ വെക്കും, അതായത് ഒരു ചാൻസ് ഉണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്നുള്ളത്. 3 യെല്ലോ ആണെങ്കിൽ, റെഡ് ആണെങ്കിൽ ഔട്ട് തന്നെയാണെന്നുള്ള. നമ്മൾ 3 ഗ്രീൻ സിഗ്നൽ അവർ ഇന്നാവുന്നു, അതായത് ബിഗ് ബോസ് സീസൺ 8ലേക്ക് ഇന്നാവുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ബിഗ് ബോസ് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസിൽ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലേ. അതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാനുള്ള ഭയങ്കര ആകാംക്ഷയിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ആ രീതികളൊക്കെ കേട്ടപ്പോൾ ആയിക്കോട്ടെ, അതിൽ ജഡ്ജസിന് എന്താണ്, അതിൽ ജഡ്ജസിൻ്റെ പങ്ക് എത്രത്തോളമാണ്, ഓഡിയൻസിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണ്, എങ്ങനെയൊക്കെയാണ് അത് സെലക്ട് ആവുന്നതെന്നും എന്തൊക്കെയാണെന്ന് അറിയാനുള്ള. ശരിക്കും ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 8 നമുക്ക് ബിഗ് ബോസ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയുണ്ടല്ലോ. അപ്പം ബിഗ് ബോസ് സീസൺ 8 വരുമ്പം അതിൽ കാൻഡിഡേറ്റ്സ് ഒരുവിധം എല്ലാം കുറേ അതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം. പക്ഷേ അഗ്നിപരീക്ഷ പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവമാണ്. അപ്പം അഗ്നിപരീക്ഷയിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും, അതൊക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ അത് കാണാനും അതിനെക്കുറിച്ച് അറിയാനും ആ കാൻഡിഡേറ്റ്സിനെ കാണാനും ഒക്കെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അതുകൂടാതെ തന്നെ ഇന്ന് ഇപ്പം പ്രേക്ഷകരുടെ പ്രഡിക്ഷൻ പോലെ തന്നെ അഖിൽ മാരാറും രഞ്ജിനി ഹരിദാസും റിയാസ് സലീമും തന്നെയാണ് ജഡ്ജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ജഡ്ജസിൻ്റെ പേരൊക്കെ, ജഡ്ജസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. രഞ്ജിനി ഹരിദാസ് സീസൺ 1 മികച്ചൊരു മത്സരാർത്ഥിയായിരുന്നു, രഞ്ജിനിയുടെ പ്രത്യേകതകളും, സീസൺ 4 മികച്ച മത്സരാർത്ഥി ഗെയിം ചേഞ്ചറൊക്കെ ആയിരുന്ന റിയാസ് സലീമിനെ കുറിച്ചും, അഖിൽ മാരാർ സീസൺ 5 അഖിൽ മാരാറിൻ്റെ വാക്ചാതുര്യം, അഖിൽ മാരാർ കുറിച്ചൊക്കെ അതിൽ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീസൺ 4 റിയാസ് സലീമിന് ലാലേട്ടൻ ഗെയിം ചേഞ്ചർ പട്ടമൊക്കെ കൊടുത്തതിനെ കുറിച്ചൊക്കെ അവർ അതിൽ സംസാരിക്കുന്നു. അപ്പം അതിങ്ങനെ കേട്ടപ്പം ബിഗ് ബോസ് മലയാളം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തി തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് മലയാളത്തിലെ ഒരു കിടിലം മത്സരാർത്ഥി അല്ലേ, ഏറ്റവും ജനപ്രിയനായ മത്സരാർത്ഥി, ഏറ്റവും കിടില മത്സരാർത്ഥി തന്നെയാണ്. അത് ആർക്കും അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. റിയാസ് സലീം കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ബിഗ് ബോസ് സീസണുകളിൽ പല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം അഗ്നിപരീക്ഷയിലും ജഡ്ജ്. റിയാസ് സലീം ഒരു മോശം കാൻഡിഡേറ്റ്സ് ആയിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. റിയാസ് സലീമും ഡോക്ടർ റോബിനും ഒരേ സീസണിലാണ് വന്നത്. കുറേ പേര് പറയുന്നുണ്ട് റിയാസ് സലീം ഡോക്ടർ റോബിനെ പുറത്താക്കി, അല്ലെങ്കിൽ റിയാസ് സലീമാണ് ഗെയിം ചേഞ്ചർ. ഇന്ന് അതിലും പറഞ്ഞു, അതായത് ഗെയിം ചേഞ്ചർ പട്ടം കൊടുത്തതിനെ പറ്റിയൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ റിയാസ് സലീം ഡോക്ടർ റോബിനെ കളിച്ച് തോൽപ്പിച്ചതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. വിചാരിച്ച് റിയാസ് സലീം ഒരു മോശം കാൻഡിഡേറ്റ്സ് എന്നല്ല ഞാൻ പറയുന്നത്. റിയാസ് സലീമിൻ്റെതായ ഒരു ശൈലിയുണ്ട്, അതിഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. റിയാസ് സലീമിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര അറിവാണ്. പിന്നെ റിയാസ് സലീമിന്റെ ഗെയിം എന്ന് പറഞ്ഞ ഒരു ചൊറിച്ചിൽ ഗെയിം അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരു ബെസ്റ്റ് വൈൽഡ് കാർഡും ആയിരുന്നു. റിയാസ് സലീം ഡോക്ടർ റോബിൻ എന്ന കരുത്തനായ ഒരു മത്സരാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് ആ സീസണിൽ ഒരു ഗെയിം ചേഞ്ചിങ് നടത്തി എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലാതെ റിയാസ് സലീം മോശം കാൻഡിഡേറ്റ് ആണെന്നോ ഇപ്പം ഇവിടെ ജഡ്ജായി വരാൻ അർഹതയില്ലെന്നോ ഒന്നുമല്ല. റിയാസ് സലീം ഡോക്ടറെ ഔട്ടാക്കി എന്നൊക്കെ പറയുമ്പം ഒരിക്കലും റിയാസ് സലീമിൻ്റെ കഴിവ് കൊണ്ട് ഡോക്ടറെ ഔട്ടാക്കിയതായിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയല്ല കണ്ടത്. റിയാസ് സലീം ഡോക്ടറുടെ മുമ്പിൽ അവിടെ തോൽക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പല സമയത്തും ഒരു തരത്തിലും ഡോക്ടറെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് വന്നപ്പം വളരെ മോശമായ ഒരു തന്ത്രത്തിൽ കൂടെ ഡോക്ടറെ പുറത്താക്കിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മികച്ച ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ ഡോക്ടർ റോബിനെ റിയാസ് സലീം തോൽപ്പിച്ച് ഡോക്ടർ റോബിനെക്കാളും മികച്ച ഗെയിമർ ആയതുകൊണ്ടാണ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ മാത്രം
ഞാൻ യോജിക്കുന്നില്ല. ബാക്കി എല്ലാം ഓക്കെ, റിയ സലീം നല്ല കാൻഡിഡേറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും ഓക്കെ. പക്ഷെ ഈ ഒരു കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ എൻ്റെ ആ കാര്യം ഇതിങ്ങനെ കേട്ടപ്പോൾ അതിനുള്ളൊരു അഭിപ്രായം. ഇത് ഏഷ്യാനെറ്റിന് ഗെയിം ചേഞ്ചറിൻ്റെ കാര്യം പറയുകയും പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡോക്ടർ റോബിൻ വലിയ കളിക്കാരനാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ എവിടെയും കാണുന്നില്ലല്ലോ, ഏഷ്യാനെറ്റിന് പോലെ വേണ്ട, ബിഗ് ബോസിന് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ റോബിന് വന്ന കുറച്ച് അനുഭവങ്ങളുടെ പശ്ചാത്തലം ഒരിക്കലും ബിഗ് ബോസിലേക്ക് ഇല്ല എന്നും ചില കാര്യങ്ങളോടുള്ള വിയോജിപ്പ് ഉണ്ടോ എന്നൊക്കെ തുറന്നു പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ഡോക്ടർ റോബിൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടർ റോബിനും തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് ഉറപ്പായിട്ടും അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി വീണ്ടും ബിഗ് ബോസും അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കില്ലല്ലോ അല്ലേ? സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ വിളിക്കാതിരിക്കാം, അതൊക്കെയാണ്. പക്ഷെ പിന്നെ അത് ഈ കാര്യത്തിൽ ഇപ്പം സംസാരിക്കേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ റോബിനെ ഓർക്കാതെ ഒരു സീസണും കടന്നു പോയിട്ടില്ല സീസൺ 4 ശേഷം ഇതുവരെ. കാരണം ഏത് സീസൺ വരുമ്പോഴും സീസൺ 4 പോലെ ഒരു ബെസ്റ്റ് സീസൺ കാണണമെന്നും നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ടാവണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലുപരിയായിട്ടുള്ള നല്ല കാൻഡിഡേറ്റ്സ്, അതുപോലെയൊക്കെയുള്ള കാൻഡിഡേറ്റ്സ് വരണമെന്നും ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സീസണുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിലെ ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പം ഡോക്ടർ റോബിനെ ഓർക്കാതെ പോകാൻ വയ്യ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, എന്തായാലും നമുക്ക് അഗ്നിപരീക്ഷ എങ്ങനെയാണെന്ന് ഇവരെങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നതെന്നും പ്രേക്ഷകരായ നമുക്ക് എത്രത്തോളം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ. ഇനി ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പം ഇനി 15 ദിവസവും കൂടെ ഈ സീസൺ ഒരു മികച്ച സീസൺ ആവട്ടെ, മികച്ച കാൻഡിഡേറ്റ്സ് ഉണ്ടാവട്ടെ, അങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.